ഈ യുദ്ധം കാരണമുണ്ടാകുന്ന മറ്റുള്ള കോൺസിക്വൻസസ് എന്തായിരിക്കും? 1991-92 കാലഘട്ടത്തിൽ കുവൈറ്റ് ഇൻവേഡ് ചെയ്യാനായിട്ട് ഇറാഖ് ശ്രമിച്ചു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുമൂലം ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ, ഗൾഫ് റീജിയനിലുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അത് അക്രോസ് വേൾഡ് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ഗൾഫ് യുദ്ധം കഴിഞ്ഞാലും പിന്നെയും 2-3 വർഷം അതിൻ്റെ ആ ഒരു പ്രത്യാഘാതങ്ങൾ നിന്നിരുന്നു എന്നുള്ള സത്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനുമായിട്ട് നടക്കുന്ന യുദ്ധം. ഇതിൻ്റെയും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് യുദ്ധം നിന്നാലും അതിൻ്റെ കോൺസിക്വൻസസ് കൂടുതലും കാണാൻ തുടങ്ങുന്നത് ഇത് കഴിഞ്ഞുള്ളതാണ്. പോസ്റ്റ് വാറാണ് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലും കാണുന്നു, ടി വിയിലും കാണുന്നുണ്ട്. ഇറാൻ എല്ലാ ഗൾഫ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊവോക്കേഷൻ. പക്ഷെ അവർ ഗൾഫ് കൺട്രീസ്, അവരുടെ റൂളേഴ്സ് വളരെ സൗമ്യതയോടുകൂടി, വളരെ പക്വതയോടുകൂടി അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഈ 91-ലുണ്ടായിരുന്ന സദാമിനെ പോലുള്ള ഒരാളാണ് അവിടെ ഉണ്ടെങ്കിൽ തിരിച്ചടി തുടങ്ങും. ഏത് ഗൾഫ് കൺട്രീസിൽ നിന്ന് തിരിച്ചടി തുടങ്ങും. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ അടിക്കുന്നതല്ല, മറ്റവർ അവിടെ നിന്ന് തിരിച്ചാക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസസ് വലുതാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ ആരാണോ റൂൾ ചെയ്യുന്നത് അവരുടെ ആ ഒരു പക്വത വളരെയധികം കൺട്രോൾ ചെയ്യുന്നു, വളരെയധികം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നുണ്ടെന്നുള്ള സത്യം. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് നമ്മളുമായിട്ട് എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് വിചാരിക്കുമ്പോൾ, ഓയിൽ, ഗ്യാസ്, ഇതില്ലാതെ ഒരു രാജ്യവും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെയും ഒരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സത്യം. ഇതെല്ലാം തമ്മിൽ വളരെ കണക്റ്റഡാണ്. ക്രൂഡ് ഓയിൽ ഇവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഫോർമസിൽ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ 2 മാസത്തേക്കുള്ള ഫ്യൂവലും മറ്റൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഈവൻ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാലും അല്ലെങ്കിൽ ഇതുപോലെ വാറുണ്ടായാലും ഒരു 60 ഡേയ്സ് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഡിസാസ്ട്രസ് ആയിട്ട് മാറും. എൻ്റെ മിഷണറി വിൽ സ്റ്റോപ്പ്. ഓയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സോ ലോറിയോ കാറോ എല്ലാം നിൽക്കാൻ പോകുന്നു. ഇതുമായിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും, ഇപ്പോൾ ഫെർട്ടിലൈസർ ആയാലും കമ്പനികളായാലും ഏത് യു ടേക്ക് ഇറ്റ് എ ടു സെറ്റ് വിൽ സ്ട്രക്ക്. അതുപോലെ എൽ പി ജി ഇല്ലാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ആൾക്കാർക്ക് തന്നെ, ഒരു ഫ്ലാറ്റിൻ്റെ കാര്യം എടുത്തോട്ടെ, ഒരു ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ പോയി വിറക് വെച്ച് കത്തിക്കാൻ പറ്റുമോ? നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മെട്രോ സിറ്റികളിലോ അതുപോലെ മറ്റുള്ള ടൗൺ ഏരിയകളൊന്നും ഇതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ ഈ എൽ പി ജിയുടെ പ്രശ്നം വരുന്നത് ആദ്യം നമ്മളെയാണ് അടിക്കാൻ പോകുന്നത്. പിന്നെ ഈ എൽ പി ജി കൊണ്ട് ഓടുന്ന ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരു ഇൻഡസ്ട്രീസിലും എൽ പി ജി ഉപയോഗിക്കാത്ത ഇൻഡസ്ട്രികളില്ല. ഇന്ത്യയുടെ ഏകദേശം 35-40% ഓയിൽ സപ്ലൈ വരുന്നത് GCC നിന്നാണ്. അതുപോലെ തന്നെ 70-75% എൽ പി ജി സപ്ലൈ വരുന്നത് GCC നിന്നാണ്, എസ്പെഷ്യലി ഫ്രം ഖത്തർ. അപ്പോൾ അതെല്ലാം തൽക്കാലം നിലച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ഷിപ്പുകളൊക്കെ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലോക UN അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇടപെട്ട് ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷൻ കൊണ്ടുവരാം. ഇനിയും ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ടോട്ടൽ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകും. ഒരു ലൈക്ക് പെൻഡമിക് വന്നപ്പോൾ ഉള്ളൊരു ഷട്ട് ഡൗൺ പോലുള്ളൊരവസ്ഥ തിരിച്ചു വരും. അതുമൂലം ധാരാളം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാം, നാട്ടിലും അതുപോലെ ഗൾഫിലും നഷ്ടപ്പെടാം. കാരണം അവിടെയും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ ടോട്ടൽ ഒരാളും, ഒരു ഗവൺമെൻറ്റോ ഒരു പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടാർഗറ്റ് വരാത്തിടത്തോളം കാലം അവർ എംപ്ലോയീസിനെ എൻ്റർടൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഈ വാറ് നിൽക്കും. കാരണം ലോകമെമ്പാടുന്നും ധാരാളം പ്രഷറും അമേരിക്കയ്ക്കും
ഇസ്രയേലിനും ഇറാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതവർ അക്സെപ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. യുദ്ധം തീരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇഷ്യൂ. 15 ഡേയ്സിനുള്ളിലെങ്കിലും സ്റ്റോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് കൂടിക്കൊണ്ടിരിക്കും.